വെബ് വെബ് എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഇടയ്ക്കായിട്ടായിരിക്കും വെബ് പി എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റ് നമ്മൾ ശ്രദ്ധിക്കാറ്. കാരണം നമ്മൾ ചില സമയത്ത് ചില വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് പല ആളുകളുടെയും ഫോട്ടോഷോപ്പിൽ ഈ വെബ് പി എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ പറ്റാറില്ല. അപ്പം നമ്മൾ അത് ചെയ്യാറ് ഓൺലൈനിൽ പോയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ ഇമേജ് കൊണ്ടുവരാറ്. എല്ലാ ഫോട്ടോഷോപ്പ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, 23.1 എന്ന് പറയുന്ന ഒരു വേഷൻ മുതൽ താഴത്തോട്ടുള്ള ഏത് ഫോട്ടോഷോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഫോർമാറ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല. ഈ ഒരു WebP ഫോർമാറ്റ് എന്ന് പറയുന്നത് 2010 ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫയൽ ഫോർമാറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ JPG, PNG, GIF തുടങ്ങിയ ഫയലുകൾ നമ്മൾ വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ WebP എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നിങ്ങളൊരു ഇമേജ് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫയൽ നന്നായിട്ട് സൈസ് കുറച്ച് പക്ഷേ അധികം ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്കത് ആ ഫയലിന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലെല്ലാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് WebP എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമാറ്റ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ അത് എങ്ങനെ WebP എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് നമ്മുടെ ഒരു ഫയലിനെ സേവ് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ ഫയലിനെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കൂടാതെ കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം WebP എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റ് നമുക്ക് ജസ്റ്റ് ലുക്ക് ചെയ്യാം. ഇവിടെ ഫയൽ ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്. ക്വിക്ക് ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ക്വിക്ക് ലുക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ക്വിക്ക് ലുക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ ഒന്നുകൂടി സ്പേസ് ബാർ പ്രസ് ചെയ്താൽ ക്ലോസ് ആയിപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഇതാണ് WebP എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റാണ്. ഞാൻ എന്താ ഇപ്പോൾ നേരിട്ട് ഫോട്ടോഷോപ്പിലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണേ. എൻ്റെ ഫോട്ടോഷോപ്പ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്ലഗിൻ എവിടെ നിന്നാണ് കിട്ടുന്നതാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഞാൻ നേരെ ബ്രൗസർ ഓപ്പൺ ചെയ്യണത്. ബ്രൗസറിൽ ഇവിടെ ഒരു ലിങ്ക്, ഈ ഇതിൽ കാണുന്ന ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ലിങ്ക് അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഗിറ്റ്ഹബിൻ്റെ ഈ ഒരു പേജിൽ വരാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് WebP ഫോർ ഫോട്ടോഷോപ്പ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ മതിയാവും. ഗിറ്റ്ഹബിൻ്റെ ഈ ഒരു പേജിലോട്ട് വരാം. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ താഴെ നമുക്കിത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അഡോബിൻ്റെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡോബിൽ വന്നു കഴിഞ്ഞാൽ അഡോബിലും ഇവിടെ ഒരു ഇതുണ്ട്. ഇതിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഗിറ്റ്ഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഇവിടെ ഡയറക്റ്റ് തന്നെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ എക്സ്പ്ലോറിൽ വരാം. ഫയൽ എക്സ്പ്ലോറിൽ വന്നതിന് ശേഷം C ഡ്രൈവിൻ്റെ ഉള്ളിൽ വരാം. അതിനകത്ത് പ്രോഗ്രാം ഫയൽസിൻ്റെ ഉള്ളിൽ കോമൺ ഫയൽസ്, അതിനകത്ത് അഡോബ്. അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലഗിൻ എന്ന് പറഞ്ഞ ഫോൾഡർ കാണാൻ പറ്റും. പ്ലഗിൻ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ CC, അതിൻ്റെ ഉള്ളിൽ ഫയൽ ഫോർമാറ്റ്സ്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വന്നിട്ട് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത പ്ലഗിൻ പേസ്റ്റ് ചെയ്യുക. ഇനി ഫോട്ടോഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കാം, ഫയൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വർക്കിംഗ് ആണ്. ഇനി ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയൽ ഫോർമാറ്റ് സിസ്റ്റം ആവശ്യമില്ല. അതായത് ഇത് വെബ്സൈറ്റിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സൈസിൽ നമുക്ക് ഇമേജസ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് WebP എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഫോർമാറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇതേ ഒരു JPG ഉണ്ട്, അതിൻ്റെ തന്നെ ഒരു WebP എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റും ഉണ്ട്. ഞാൻ ജസ്റ്റ് ക്വിക്ക് ലുക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഇമേജസ് നോക്കാം. ഇതിനകത്ത് അടുത്ത ഇമേജ് ഇത് WebP ആണ്, ഇത് JPG ആണ്. ഇത് തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങളായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഫയൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫയൽ സൈസ് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫയൽ സൈസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ JPG എന്ന് പറയുന്ന ഫയലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 972 KB ആണ് ഇതിൻ്റെ ഈ ഒരു ഫയൽ. അത് തന്നെ നമുക്ക് WebP ആണ് നോക്കുകയെന്നുണ്ടെങ്കിൽ 250 KB ഉള്ളൂ ഈ ഒരു ഫയൽ. ഇതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്നും മാറില്ല, സെയിം റെസൊല്യൂഷൻ തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഫയലിൻ്റെ സൈസ് ഭയങ്കര നല്ല രീതിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്കത് ഇവിടെ ഒരു PNG ഫയലുണ്ട്. ഈ ഒരു PNG ഫയൽ 22 KB ആണ്, 22.6 KB ആണ്. ഇത് WebP എന്ന് പറയുന്ന ഇതിൻ്റെ ലോഗോ തന്നെയാണ്. ഇത് ജസ്റ്റ് PNG ആണ് ഇതിൻ്റെ ഈ ഒരു ഫയൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത്
ഒരു WebP എന്ന് പറയുന്നൊരു ട്രാൻസ്പെറൻറ്റ് ഓപ്ഷനുള്ള ഒരു ഫയലും കൂടി ഉണ്ട്. ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സൈസ് വരുന്നത് 13.4 KB ആണ്. നല്ല വ്യത്യാസമുണ്ട്, 22 നിന്ന് 13 KB കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു WebP എന്ന് പറയുന്നൊരു ഒരു ഫയലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജിഫുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു ജിഫാണ്, പക്ഷേ ഈ WebP എന്ന് പറയുന്ന ജിഫ് നമുക്ക് ഇങ്ങനെ നോർമലി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് ഈ ഒരു ഫയലിൽ ഇവിടെ താഴെ പേജ് 1/44 എന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഇത് അനിമേഷൻ നടക്കണമെന്നിട്ട് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് നോർമൽ ജിഫ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് അത് പ്ലേ ബാക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ കാണാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മുടെ ബ്രൗസർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രൗസറിനകത്ത് ഈ ഒരു WebP എന്ന് പറയുന്ന ഈ ഒരു ജിഫ് ഫയലിനെ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് ഒരു WebP എന്ന് പറയുന്നൊരു ഫയലാണ്. ഓട്ടോമാറ്റിക് ബ്രൗസർ ഇതിനെ ഒരു ജിഫായിട്ട്, അതായത് ഒരു അനിമേഷൻ ഫയലായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഇതിലും സൈസിൽ ഭയങ്കര വ്യത്യാസം കാണാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജിഫ് എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ് 978 KB ഫയലാണ്. പക്ഷേ WebP എന്ന് പറയുന്നത് 227 KB ഫയലേ ഉള്ളൂ. വലിയൊരു വെബ്സൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈസ് വ്യത്യാസം, അതായത് ഒരുപാട് ഇമേജ് 10, 100, 150 ഇമേജസ് ഒക്കെ ഉള്ള വെബ്സൈറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും. ഇങ്ങനെ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WebP എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഫോർമാറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് കണ്ടു. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഇമേജിനെ സേവസ് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് WebP എന്ന് പറയുന്നൊരു ഫയൽ ഫോർമാറ്റ് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ആ WebP എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം WebP എന്ന് പറയുന്ന ഒരു ഫയലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് നിങ്ങളുടെ ഇമേജ് ഫയലിനെ സേവ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.